അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുകയാണ്. മൂന്നാമത്തെ പാരഗ്രാഫിൽ നിന്നാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. നമുക്ക് വായിക്കൊന്ന്. കൽപ്പന വാസ് ബോൺ ഇൻ കർണാൽ, ഹരിയാന, ബട്ട് വാസ് എ നാച്ചുറലൈസ്ഡ് US സിറ്റിസൺ, മാരീഡ് ടു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ ജീൻ പെറി ഹാരിസൺ. Besides being an astronaut, she was licensed to fly single and multi-engine land airplanes, single-engine seaplanes and gliders. She was also a certified flight instructor. അപ്പോൾ കൽപ്പന വാസ് ബോൺ, കൽപ്പന ജനിച്ചു, ബോൺ എന്നാൽ ജനിക്കുക, ഇൻ കർണാൽ, ഹരിയാന. ഹരിയാനയിലെ കർണാൽ എന്ന സ്ഥലത്താണ് കൽപ്പന ജനിച്ചത്. അതായത് ഹരിയാന എന്നുള്ളത് ഇന്ത്യയിലുള്ളൊരു സംസ്ഥാനമാണ് ഹരിയാന. ഹരിയാനയിലെ കർണാൽ എന്ന സ്ഥലത്താണ് കൽപ്പന ജനിച്ചത്. പക്ഷേ വാസ് ആൻ നാച്ചുറലൈസ്ഡ് US സിറ്റിസൺ, ഒരു സാധാരണയായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലെ ഒരു പൗരയാണ്. സിറ്റിസൺ എന്ന് പറഞ്ഞാൽ പൗരൻ, അതായത് പൗരൻ എന്ന് പറഞ്ഞാൽ താമസമാക്കിയ ആൾക്കാണ്, അവിടെ പൗരത്വം കിട്ടിയ ആൾക്കാണ് എന്താ സിറ്റിസൺ എന്ന് പറയാം. അപ്പോൾ ആ നാട്ടിലുള്ള ആൾ എന്ന നിലക്കാണ് പറയുന്നത്. ഇന്ത്യയിൽ ജനിച്ചു അമേരിക്കയിൽ താമസമാക്കിയ ആളാണ് കൽപ്പന ചൗള എന്ന് മുമ്പ് പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നാച്ചുറലൈസ്ഡ് പറഞ്ഞാൽ സാധാരണമായിട്ടുള്ള ഒരു US സിറ്റിസൺ കൂടിയാണ് ആര്, നമ്മുടെ കൽപ്പന ചൗള. മാരീഡ്, അവൾ കല്യാണം കഴിച്ചു. ടു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ, വിമാനയാത്ര പഠിപ്പിക്കുന്ന ഒരാളെ ആണ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ വിമാനയാത്ര പഠിപ്പിക്കുന്ന ആയ ജീൻ പെറി ഹാരിസൺ എന്ന ആളെയാണ് കൽപ്പന ചൗള കല്യാണം കഴിച്ചത്. ബിസൈഡ്സ് ബീയിങ് ആൻ ആസ്ട്രോണറ്റ്, അവൾ ഒരു ആസ്ട്രോണറ്റ് ബഹിരാകാശ യാത്രികയാകുന്നതിന് പുറമെ, ബിസൈഡ്സിന് പുറമെ, ബീയിങ് ആൻ ആസ്ട്രോണറ്റ് അതായത് അവൾ ഒരു ബഹിരാകാശ യാത്രികയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനു പുറമെ ഷീ വാസ് ലൈസൻസ്ഡ്, അവൾ ലൈസൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അവൾക്ക് യോഗ്യത ഉണ്ടായിരുന്നത് എന്തിന്, ടു ഫ്ലൈ സിംഗിൾ ആൻഡ് മൾട്ടി എൻജിൻ ലാൻഡ് എയർപ്ലെയിൻസ്. സിംഗിൾ അതായത് സിംഗിൾ എന്നാൽ ചെറിയ വിമാനങ്ങൾ, മൾട്ടി എൻജിൻ എന്ന് പറഞ്ഞാൽ വലിയ വിമാനങ്ങൾ. അപ്പോൾ ലാൻഡ് എയർപ്ലെയിൻസ് പറഞ്ഞാൽ അതായത് വിമാനങ്ങൾ, ചെറിയതും വലുതുമായ വിമാനങ്ങൾ പഠിപ്പിക്കാൻ അവൾ പറത്താൻ അവൾക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സിംഗിൾ എൻജിൻ സീപ്ലെയിൻസ് ആൻഡ് ഗ്ലൈഡേഴ്സ്, സിംഗിൾ എൻജിനുള്ള സീപ്ലെയിൻ, കടലിലൂടെ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ പറത്താനുള്ള ലൈസൻസ് അവൾക്ക് കിട്ടിയിരുന്നു. ആൻഡ് ഗ്ലൈഡർ എന്ന് പറഞ്ഞാൽ എൻജിനില്ലാത്ത വിമാനം. അപ്പോൾ എൻജിനില്ലാത്ത വിമാനങ്ങൾ പറത്താനും അവൾക്ക് ലൈസൻസ് കിട്ടിയിരുന്നു. ഷി വാസ് ആൾസോ എ സർട്ടിഫൈഡ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ, അവൾ എന്തുകൂടിയാണ്, അവളുടെ ഭർത്താവിനെ പോലെ തന്നെ ഒരു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ കൂടിയായിരുന്നു. അതായത് ഷി വാസ്, അവളായിരുന്നു, ആൾസോ വീണ്ടും, എ സർട്ടിഫൈഡ്, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള യോഗ്യതയുള്ള ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായിരുന്നു. ഫ്ലൈറ്റ് പറഞ്ഞാൽ വിമാനം പഠിപ്പിക്കുന്ന ഒരാൾ, ഒരു വിമാനം പഠിപ്പിക്കാൻ സർട്ടിഫിക്കറ്റ് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ക്വാളിഫയിങ് ആസ് എ പൈലറ്റ്, കൽപ്പന ബിഗാൻ ടു കൺസിഡർ അനദർ ചലഞ്ച്. ആഫ്റ്റർ ക്വാളിഫയിങ് യോഗ്യത കിട്ടിയോട് പുറമെ തന്നെ ആസ് എ പൈലറ്റ്, ഒരു പൈലറ്റായിട്ട് തന്നെ അവൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്. കൽപ്പന ബിഗാൻ ടു കൺസിഡർ, കൽപ്പന പരിഗണിക്കാൻ തുടങ്ങി എന്തിന്, അനദർ ചലഞ്ച്, മറ്റൊരു ചലഞ്ചിന് കൂടി അവൾ പരിഗണിക്കുകയും ചെയ്തു. ചലഞ്ച് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ചലഞ്ച് വെല്ലുവിളി. അപ്പോൾ അവളൊരു അടുത്ത വെല്ലുവിളി കൂടി അവൾ ഏറ്റെടുത്തിരുന്നു. എന്താണ്, അപ്ലൈങ് ടു നാസയിൽ അവൾ അപ്ലൈ ചെയ്തു. അപ്ലൈ എന്ന് പറഞ്ഞാൽ അതിനെ അപേക്ഷിക്കുക. അപ്ലൈ ടു നാസ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം, നാസയുടെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിന്, അതായത് ബഹിരാകാശ ഭൂമിക്കും ബഹിരാകാശത്തിനിടയിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന റോക്കറ്റിനാണെന്ന് പറയാം, സ്പേസ് ഷട്ടിൽ എന്ന് പറയാം. ബഹിരാകാശത്തേക്ക് പോകാനുള്ള വാഹനമാണ് സ്പേസ് ഷട്ടിൽ. അപ്പോൾ സ്പേസ് ഷട്ടിലിന് കൂടി അവൾ നാസയുടെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിൽ അവൾ അപേക്ഷിച്ചിരുന്നു. ഷി വാസ് ഫസ്റ്റ് ഹയർഡ് ആസ് എ റിസർച്ച് സയൻറ്റിസ്റ്റ് അറ്റ് നാസ, അവളാണ് ആദ്യമായിട്ട് റിസർച്ച് സയൻറ്റിസ്റ്റായിട്ട് ഒരു നാസയിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. ഹയർഡ് പറഞ്ഞാൽ ജോലിക്ക് കയറാം, കൂലിക്ക് കയറാം. ഷി വാസ് ഫസ്റ്റ് ഹയർഡ്
ആസ് എ റിസർച്ച് സയൻറ്റിസ്റ്റായിട്ട് അവൾ നാസയിൽ ജോലി ചെയ്തു. ഇൻ 1994 ഷി വാസ് സെലക്റ്റഡ് ബൈ നാസ ഫോർ ട്രൈയിങ് ആസ് ആൻ ആസ്ട്രോണറ്റ്. അവൾ നാസ പരിശീലനത്തിന് വേണ്ടിയിട്ട് ബഹിരാകാശ യാത്രികയായിട്ടുള്ള പരിശീലനത്തിന് വേണ്ടിയിട്ട് അവളെ നാസ 1994 സെലക്ട് ചെയ്തു. 1994 നാസ അവളെ പരിശീലനത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു ആസ് ആൻ ആസ്ട്രോണറ്റ്, ഒരു ബഹിരാകാശ യാത്രികയായിട്ട്. വെൻ ആസ്ക്ഡ് വാട്ട് ഇറ്റ് വാസ് ലൈക്ക് ബീയിങ് എ വുമൺ ഇൻ ഹെർ ഫീൽഡ് ഷി റിപ്ലൈഡ്. വെൻ ആസ്ക്ഡ് അവളോട് ചോദിക്കപ്പെട്ടപ്പോൾ ഒരു സമയത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ വാട്ട് ഇറ്റ് വാസ് ലൈക്ക് ബീയിങ് എ വുമൺ, ഒരു സ്ത്രീ ആവുന്നതോട് കൂടെ എന്താണ് ഇൻ ഹെർ ഫീൽഡ്, നിങ്ങളുടെ ഈ ഫീൽഡിൽ, നിങ്ങളുടെ ഈ ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ എന്താണ് ഒരു സ്ത്രീ എന്ന നിലക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അവൾ ചോദിച്ചപ്പോൾ ഷീ റിപ്ലൈഡ്, അവൾ മറുപടി പറഞ്ഞു, ഐ റിയലി നെവർ എവർ തോട്ട്, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല. വൈൽ പേഴ്സ്യൂയിങ് മൈ സ്റ്റഡീസ്, എൻ്റെ പഠനത്തെ ഞാൻ പിന്തുടരുമ്പോൾ, പേഴ്സ്യൂയിങ് എന്ന് പറഞ്ഞാൽ പിന്തുടരുക. വൈൽ പേഴ്സ്യൂയിങ് മൈ സ്റ്റഡീസ്, എൻ്റെ പഠനത്തെ പിന്തുടരുന്ന സമയത്ത്, ഓർ ഡൂയിങ് എനിത്തിങ് എൽസ്, വേറെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത്, ദാറ്റ് ഐ വാസ് എ വുമൺ, ഞാനൊരു സ്ത്രീയാണ്. ഓർ എ പേഴ്സൺ ഫോർ എ സ്മോൾ സിറ്റി, അല്ലെങ്കിൽ ഞാനൊരു ഒരു ചെറിയ സിറ്റിയിൽ നിന്നുള്ള, ചെറിയൊരു പട്ടണത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. ഓർ ഡിഫറെൻറ്റ് കൺട്രി, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള രാജ്യത്തു നിന്നുള്ള ഒരാളാണ്. ഐ പ്രിറ്റി മച്ച് ഹാഡ് മൈ ഡ്രീംസ്, എനിക്ക് എൻ്റേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്. ലൈക്ക് എനിവൺ എൽസ്, മറ്റുള്ളവരെ പോലെ തന്നെ എനിക്കും എൻ്റേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്. ആൻഡ് ഐ ഫോളോഡ് ദം, ഞാൻ ആ സ്വപ്നങ്ങൾ പിന്തുടർന്നു. ആൻഡ് പീപ്പിൾ ഹൂ വെർ അറൗണ്ട് മീ, എൻ്റെ ചുറ്റുമുള്ള ജനങ്ങൾ, ഫോർച്ചുനേറ്റ്ലി ഭാഗ്യമെന്ന് പറയട്ടെ, എൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ, ഓൾവേസ് എൻകറേജ്ഡ് മീ, എല്ലാ സമയത്തും അവരെന്തായിട്ടുണ്ട്, എന്നെ പ്രോത്സാഹിപ്പിച്ചു. ആൻഡ് സെഡ്, എന്നോട് പറഞ്ഞു, ഇഫ് ദാറ്റ്സ് വാട്ട് യു വാണ്ട് ടു ഡു, നീ അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ക്യാരി ഓൺ, നീ പിന്തുടരുക, നീ അത് തന്നെ ചെയ്യുക എന്ന് എൻ്റെ ചുറ്റുമുള്ള ജനങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു സ്ത്രീയാണെന്ന നിലക്ക് എന്നോട് എൻ്റെ ഞാൻ ഈ മേഖല തിരഞ്ഞെടുപ്പോൾ, ഞാൻ ഈ നാസയിലെ ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനായിട്ട് ഞാൻ ചേർന്നപ്പോൾ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഒരു പെണ്ണെന്ന നിലക്ക് എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കും, ആരും എന്നെ പിന്തിരിപ്പിക്കുകയും ചെയ്തില്ല. അപ്പോൾ ജനങ്ങളുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ എത്തിപ്പെട്ടെന്നാണ് പറയുന്നത്. കൽപ്പനാസ് ഫസ്റ്റ് സ്പേസ് മിഷൻ ഇൻ ദ സ്പേസ് ഷട്ടിൽ, കൽപ്പനയുടെ ആദ്യത്തെ സ്പേസ് ഷട്ടിലുള്ള ആദ്യത്തെ ദൗത്യം കൊളംബിയയിലുള്ള, കൊളംബിയ എന്നുള്ള ഒരു സ്പേസ് ഷട്ടിലിൻ്റെ പേരാണ്, ബഹിരാകാശ വാഹനത്തിൻ്റെ പേരാണ് കൊളംബിയ. അപ്പോൾ കൊളംബിയയിലുള്ള ആദ്യത്തെ എൻ്റെ ദൗത്യം ആയിരുന്നു 15 days and 16 hours and 34 minutes long. 15 ദിവസവും 16 മണിക്കൂറും 34 മിനിറ്റും ദൈർഘ്യമുള്ള ഒരു പരിശീലനമായ ഒരു ദൗത്യമായിരുന്നു എനിക്ക് ആദ്യമായിട്ട്, ഈ കൽപ്പന ചൗളയ്ക്ക് ആദ്യമായിട്ട് കിട്ടിയിരുന്നത്. ഡ്യൂറിങ് ദിസ് ടൈം, ഈ സമയത്തിനിടയിൽ, ഷീ വെൻറ്റ് അറൗണ്ട് എർത്ത് 252 ടൈംസ്, 252 തവണ ഭൂമിക്ക് ചുറ്റും അവൾ പോയിട്ടുണ്ട്. ഭൂമിക്ക് ചുറ്റും അവൾ 252 ഭൂമിയുടെ പുറത്തേക്ക് ബഹിരാകാശത്തേക്ക് അവൾ 252 സമയം പോയിട്ടുണ്ട്. 252 തവണ അവൾ പോയിട്ടുണ്ട്. ട്രാവലിംഗ് 10.45 മില്യൺ കിലോമീറ്റർ, 10.45 മില്യൺ ദശലക്ഷം കിലോമീറ്റർ അവൾ സഞ്ചരിച്ചിട്ടുണ്ട്. ദ ക്രൂ ഇൻക്ലൂഡ് എ ജപ്പാനീസ് ആൻഡ് ഉക്രൈൻ ആസ്ട്രോണറ്റ്, അവിടെ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരായിരുന്നു ആരായിരുന്നു? ക്രൂ എന്ന് പറഞ്ഞാൽ കപ്പലും വിമാനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് എന്താ പറയുക, ക്രൂ എന്ന് പറയാം. അപ്പോൾ ഈ അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഒരു ജപ്പാൻകാരനുണ്ട്, അതുപോലെ തന്നെ ഒരു ഉക്രൈൻകാരനുമായിട്ടുള്ള ബഹിരാകാശ യാത്രികനുണ്ട്. ദ ക്രൂ പെർഫോംഡ് എക്സ്പെരിമെൻറ്റ് സച്ച് ആസ് പോളിനേറ്റിംഗ് പ്ലാന്റ്സ് ടു ഒബ്സർവ് ഫുഡ് ഗ്രോത്ത് ഇൻ സ്പേസ്. അപ്പോൾ ഈ
അവിടെ ഉണ്ടായ ജോലിക്കാരൻ എന്തായിട്ടാണ് പെർഫോം ചെയ്തിട്ടുണ്ട്, അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് എക്സ്പെരിമെൻ്റ്, അവർ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇതിനെ സച്ചാസ് ഏതുപോലത്തെ പോളിനേറ്റിംഗ് പ്ലാന്റ്സ്, എന്താണ് പ്ലാന്റുകൾ, ചെടികളൊക്കെ അവരെന്തായിട്ടുണ്ട് പോളിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരാഗണം നടത്തുക. അതായത് ഒരു ചെടിയുടെ പൂമ്പൊടിയിൽ നിന്ന് എടുത്തിട്ട് മറ്റൊരു ചെടിയുടെ പൂമ്പൊടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെടി വളരും. അപ്പോൾ അതിനാണ് പോളിനേഷൻ എന്ന് പറയാം. സയൻസിൽ പഠിക്കുന്നതാണ് പോളിനേറ്റിംഗ്. അപ്പോൾ അവർ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു ഒബ്സർവ് ഫുഡ് ഗ്രോത്ത് ഇൻ സ്പേസ്, ബഹിരാകാശത്തുള്ള ഭക്ഷണം വളരുന്നത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആൻഡ് ടെസ്റ്റ് ഫോർ മേക്കിംഗ് സ്ട്രോങ്ങർ മെറ്റൽസ്, അവർ ശക്തിയുള്ള മെറ്റലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ എന്തായിട്ടുണ്ട് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ആൻഡ് ഫാസ്റ്റർ കമ്പ്യൂട്ടർ ചിപ്സ്, വേഗതയേറിയ കമ്പ്യൂട്ടർ ചിപ്പുകൾ ഉണ്ടാക്കാൻ അവർ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. all for a price tag of about $56 million. ഇതിനൊക്കെയുള്ള തുക എത്രയായിരുന്നു? $56 million ആയിരുന്നു ഇത്തരം പരീക്ഷണങ്ങൾക്ക് വേണ്ടി അവർ ചെലവിട്ടിരുന്നത്. On the Saturday night when the news about the Columbia disaster broke, അപ്പോൾ ഈ കൊളംബിയയുടെ തകർച്ചയെക്കുറിച്ചുള്ള ഒരു ന്യൂസ് ശനിയാഴ്ച രാത്രി പുറത്തുവിട്ടപ്പോൾ ദർ വാസ് ഷോക്ക് ആൻഡ് ഡിസ്ബിലീഫ്, അവർക്ക് എന്തായിരുന്നു ഒരു ഷോക്കും, അതായത് ഷോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും തരിച്ചു നിൽക്കുകയും ആൻഡ് ഡിസ്ബിലീഫ്, ആരും വിശ്വസിക്കുകയും ചെയ്തില്ല. ഡിസ്ബിലീഫ് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചില്ല. അപ്പോൾ ദർ വാസ് ഷോക്ക് ആൻഡ് ഡിസ്ബിലീഫ്, അവിടെ എല്ലാവരും തരിക്കുകയും അവർ വിശ്വസിക്കുകയും ചെയ്തില്ല. ദ ടൗൺ ഓഫ് കർണാൽ, ഈ കർണാൽ എന്നുള്ള ഈ ഗ്രാമം പട്ടണം അവർ ചെലവഴിച്ചു എ സ്ലീപ്ലെസ് നൈറ്റ്, ഒരു ഉറക്കമില്ലാത്ത രാത്രി അവർ ചെലവഴിച്ചു. ആസ് തൗസൻഡ്സ് ഓഫ് ഹൗസ് ഹോൾഡേഴ്സ്, ആയിരക്കണക്കിന് വീട്ടുകാർ സ്റ്റേഡ് ഗ്ലൂഡ്, അവർ തുറിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു ഓൺ ദെയർ ടെലിവിഷൻ സെറ്റ്സ്, അവരുടെ ടിവികളിലേക്ക്. ഇൻ ദ ഹോപ്പ് ദാറ്റ്, ഒരു പ്രതീക്ഷയോടുകൂടി അവർ ടി വിയിലേക്ക് ഇങ്ങനെ കണ്ണും നട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ദാറ്റ് കൽപ്പന ആൻഡ് ദ ക്രൂ ഹാഡ് സം ഹൗ സർവൈവ്ഡ്, കൽപ്പനയും അവളുടെ ജോലിക്കാരും ഒപ്പമുണ്ടായിരുന്ന ജോലിക്കാരും എവിടെയെങ്കിലും സംഭവം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും സർവൈവ്ഡ്, അവർ അതിജീവിച്ചിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് അവരിങ്ങനെ കണ്ണും നട്ടിങ്ങനെ ഇരുന്നു. എ ജേർണലിസ്റ്റ് റോട്ട്, ഒരു പത്രപ്രവർത്തക എഴുതി, ഷീ വാസ് എ ഹീറോയിൻ, അവളൊരു ഹീറോയിൻ ആയിരുന്നു, വലിയൊരു ഹീറോയിൻ ആയിരുന്നു. ഇറ്റ് ടേക്സ് എനോർമസ് എബിലിറ്റി ടു ബിക്കം ആസ് ആൻ ആസ്ട്രോണറ്റ്, അവൾ എന്തായിട്ടുണ്ട് ഒരുപാട്, എനോർമസ് എന്നല്ല ഒരുപാട് കഴിവുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ടു ബിക്കം ആൻ ആസ്ട്രോണറ്റ്, ഒരു ആസ്ട്രോണറ്റ് ആവാൻ, ഒരു ബഹിരാകാശ യാത്രികയാവാൻ ഒരുപാട് കഴിവുകൾ വേണം. യു നീഡ് ടു നോ എ ലോട്ട് അബൌട്ട് എവറിത്തിങ്, എല്ലാത്തിനെയും കുറിച്ചുള്ള വളരെയധികം അറിവ് നിങ്ങൾക്ക് വേണം. യു നീഡ് ടു, ആവശ്യമാണെന്ത്? ടു നോ എ ലോട്ട്, നിങ്ങൾക്കറിയാൻ ആവശ്യമാണ്. ടു ലോട്ട് അബൌട്ട് എവറിത്തിങ്, എല്ലാത്തിനെയും കുറിച്ച് ഒരുപാട് കാര്യം നിങ്ങൾക്ക് അറിയണം. എങ്ങനെ? ഫ്രം ബയോളജിയെക്കുറിച്ച് അറിയണം. ആസ്ട്രോഫിസിക്സിനെ കുറിച്ച് അറിയണം. ടു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചുള്ള എല്ലാ അറിവും വേണം. ബയോളജിയെക്കുറിച്ച് അറിയണം. ബയോളജി എന്ന് പറഞ്ഞാൽ നരവംശാസ്ത്രം, മനുഷ്യന്മാരെ കുറിച്ചുള്ള അറിവാണ്. ആൻഡ് ആസ്ട്രോഫിസിക്സ്, ആകാശങ്ങളെക്കുറിച്ചുള്ള അറിവാണ്. ആൻഡ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്, ബഹിരാകാശ യാത്രയുമായിട്ടുള്ള വിവരങ്ങൾ വേണം. അപ്പോൾ ഇതിലുള്ള എല്ലാ വിവരങ്ങളും അവർക്ക് അറിയൽ നിർബന്ധമാണ്. ഇൻ ദിസ് ഏജ് ഓഫ് സൂപ്പർ സ്പെഷ്യലൈസേഷൻ, അവളുടെ ഈ വയസ്സിൽ അതായത് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മികച്ച ഈ തിരഞ്ഞെടുപ്പിൻ്റെ അവളുടെ ഈ വയസ്സിൽ, ഈ പ്രായത്തിൽ, യു മസ്റ്റ് ഹാവ് എൻസൈക്ലോപീഡിക് നോളജ്, നിങ്ങൾക്ക് എന്താവണം? എല്ലാത്തിനെ കുറിച്ചുള്ള അറിവ് വേണം. എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമാണ്. അതായത് ആ എൻസൈക്ലോപീഡിയയിൽ എല്ലാത്തിനെയും കുറിച്ചുള്ള വിവരം എൻസൈക്ലോപീഡിയയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ആസ്ട്രോണറ്റാണ്, ഇങ്ങനത്തെ ബഹിരാകാശ യാത്രികനാണ്, എന്ത് വേണം? ഒരുപാട് അറിവ് വേണം. എൻസൈക്ലോപീഡിക് ആയിട്ടുള്ള അറിവ് വേണം. ആ ഒരു പ്രയോഗമാണ് എൻസൈക്ലോപീഡിക് നോളജ്.
അതായത് എല്ലാത്തിനെ കുറിച്ച് അറിയുന്ന ആൾക്ക് പറയുന്ന പേരാണെന്നാണ് എൻസൈക്ലോപീഡിക് എന്നുള്ളത്. അപ്പോൾ അതാണ് യു മസ്റ്റ് ഹാവ് എൻസൈക്ലോപീഡിക് നോളജ് ടു ബി ആൻ ആസ്ട്രോണറ്റ്. ഒരു ആസ്ട്രോണറ്റ് ആവാൻ, ഒരു ബഹിരാകാശ യാത്രികയാവാൻ എന്താ വേണം? ഒരുപാട് എൻസൈക്ലോപീഡിക് ആയിട്ടുള്ള അറിവ് വേണം. ഹെർ അച്ചീവ്മെൻറ്റ് ഈസ് ഇൻസ്പയറിങ്. അവളുടെ നേട്ടങ്ങൾ എന്താണ്? നമ്മൾക്ക് വിസ്മയിപ്പിക്കുന്നതാണ്. ഇൻസ്പയറിങ് എന്ന് പറഞ്ഞാൽ വിസ്മയിപ്പിക്കുന്നതാണ്. 4 millions of young Indians, കോടിക്കണക്കിനുള്ള ഇന്ത്യയിലെ യുവാക്കൾക്ക് വേണ്ടിയിട്ട്. ദ സ്റ്റോറി ഓഫ് കൽപ്പന ചൗള. ഈ കൽപ്പന ചൗളയുടെ ഈ കഥ. എ ഗേൾ ഫ്രം സ്മോൾ ടൗൺ ഹൂ ടച്ച്ഡ് ദ സ്കൈ. ഒരു ചെറിയ പട്ടണത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയുടെ കഥയാണ്, ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അവൾ ഈ ആകാശങ്ങളെ തൊട്ടിട്ടുണ്ട്. ഹാഡ് ബിക്കം ആൻ ഇൻസ്പിറേഷൻ. അവളെന്തായിട്ടുണ്ട്? എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ടുണ്ട്, ഒരു പ്രോത്സാഹനമായിട്ടുണ്ട് അവൾ. ഇൻ എ മെസ്സേജ് ദാറ്റ് ഷീ സെൻഡ് ഫ്രം അബോർഡ് ദ സ്പേസ് ഷട്ടിൽ നിന്നുള്ള അവൾ അയച്ചൊരു മെസ്സേജ് ഉണ്ട്. കൊളംബിയ എന്ന സ്പേസ് ഷട്ടിൽ നിന്ന് അവൾ അയച്ചൊരു മെസ്സേജ് ഉണ്ട്. ആർക്ക് അയച്ച ഒരു മെസ്സേജ്? ടു സ്റ്റുഡൻറ്റ് ഓഫ് ഹെർ കോളേജ് ഇൻ ചണ്ഡീഗഡിലുള്ള അവളുടെ കോളേജിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് അവൾ അയച്ചിട്ടുണ്ടായിരുന്നു. കൽപ്പന പറഞ്ഞു, ദ പാത്ത് ഫ്രം ഡ്രീംസ് ടു സക്സസ് ഡസ് എക്സിസ്റ്റ്. ദ പാത്ത് ഫ്രം ഡ്രീംസ്, സ്വപ്നങ്ങളിൽ നിന്ന്, ടു സക്സസ്, വിജയത്തിലേക്കുള്ള വഴി എന്താണ്? ഡസ് എക്സിസ്റ്റ്, അത് നിലനിൽക്കുന്നുണ്ട്. മേ യു ഹാവ് ദ വിഷൻ ടു ഫൈൻഡ് ഇറ്റ്. നിങ്ങൾക്കത് കണ്ടെത്താനുള്ള കാഴ്ചശക്തി ഉണ്ടെങ്കിൽ, കാഴ്ചശക്തി ഉണ്ടെങ്കിൽ, വിഷൻ ഉണ്ടെങ്കിൽ, കാഴ്ചയുണ്ടെങ്കിൽ, ദ കറേജ് ടു ഗെറ്റ് ഓൺ ടു ഇറ്റ്, അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ. വിഷ് യു ഗ്രേറ്റ് ജേണി. വിഷിങ് യു എ ഗ്രേറ്റ് ജേണി. നിങ്ങൾക്കൊരു നല്ലൊരു യാത്ര ഞാൻ നേരുന്നു. വിഷിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ് ചെയ്യൂല, എന്താണ് നമ്മൾ അനുമോദിക്കുക. വിഷിങ് എ ഗ്രേറ്റ് ജേണി, ഒരു നല്ലൊരു യാത്ര നിങ്ങൾക്ക് നേരുന്നു, അനുമോദിക്കുന്നു എന്ന് പറഞ്ഞ. ദർ വിൽ ഷ്യൂർലി, അവിടെ തീർച്ചയായും, ബി മെനി ഹൂ സ്റ്റാർട്ട് ഓഫ് ഓൺ ദിസ് ജേണി ടു ഫുൾഫിൽ ദെയർ ഡ്രീംസ്. അപ്പോൾ ഈ മെസ്സേജ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്തായിട്ടുണ്ട്? അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൽപ്പന ചൗളയുടെ കഥ. അഡാപ്റ്റഡ് സ്പാൻ, ഫെബ്രുവരി 1998. സ്പാൻ എന്നുള്ള ഒരു മാഗസീനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണത്. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി അയക്കണം. എഴുതി ഫോട്ടോ എടുത്തിട്ട് അയച്ചാൽ മതി. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.